ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റോസമണ്ട് പൈക്കും മാത്യു റിസും അഭിനയിച്ച ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ 3/4 ഭാഗം സീനുകളും കാറിന്റെ ഉള്ളിൽ തന്നെയാണ്. കഥ തുടങ്ങുന്നത് ഒരു ഫോൺ കോളിലൂടെയാണ്. അവിടുന്ന് തൊട്ട് ക്ലൈമാക്സ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. അവസാനം പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും. ക്ലൈമാക്സ് എത്തുമ്പോൾ ഇതിലേതാണ് ഉള്ളത്, ഇതിലേതാണ് ഇല്ലാത്തത്, നമ്മൾക്ക് തന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഈ സിനിമ കണ്ട കുറച്ചു പേരെങ്കിലും ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് തപ്പിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒട്ടും അടുപ്പിക്കാതെ ഭൂരിഭാഗം സീനും കാറിൽ തന്നെ കാണിച്ചു കൊണ്ടുപോയതിൽ ശരിക്കും ഇവന്മാരെ നമിക്കണം. യു ആർ വാച്ചിങ് ഫിലിം വിസ്പറർ ആൻഡ് ടുഡേ വി ആർ ഡൈവിംഗ് ഇൻടു ഹാലോ റോഡ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് പകുതി കഴിച്ച് ബാക്കി വെച്ച ഭക്ഷണവും പൊട്ടിയ വൈൻ ഗ്ലാസുമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ വീട്ടിൽ എന്തോ ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ടെന്ന്. ശേഷം കാണിക്കുന്നത് രാത്രി 2 മണിക്ക് എന്തിന്റെയോ ബീപ്പ് സൗണ്ട് കേട്ട് ഉറക്കം ഞെട്ടുന്ന നമ്മളുടെ കഥാനായികയായ മേഡിയാണ്. നെക്സ്റ്റ് റൂമിൽ അവളുടെ ഹസ്ബൻഡ് ഫ്രാങ്ക് ഉറങ്ങുന്നതായിട്ടും നമ്മൾക്ക് കാണാം. അവർക്കൊരു മകളുണ്ട്, പേര് ആലിസ്. മേഡിയുടെ പ്രൊഫഷൻ പാരാമെഡിക് ആണ്. ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ റൂമിന്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ലോ ബാറ്ററി വാണിംഗ് കാണിക്കുന്ന സ്മോക്ക് ഡിറ്റക്ടർ ആണ് കാണുന്നത്. അവൾ അതെടുത്ത് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ അവൾക്കൊരു കോള് വരും. അത് ആലിസ് ആയിരിക്കും. മാഡി ആലിസിനോട് പറയും, ആലിസ് നീ ഇതെന്ത് പോക്കാണ് പോയത്, സമയം എത്ര ആയെന്ന് അറിയില്ലേ, നീ ഇതെവിടെയാണ്? അന്നേരം ഫ്രാങ്ക് വന്നിട്ട് മാഡിയോട് ചോദിക്കും, അവൾ ഇതെവിടെയാണുള്ളത്, എന്റെ കാർ എവിടെ? അതായത് ആലീസ് അവരുമായിട്ട് എന്തോ വഴക്കുണ്ടായപ്പോൾ ഫ്രാങ്കിന്റെ കാറും എടുത്തിട്ടാണ് പോയത്. അപ്പോൾ മേഡി കുറച്ച് ഹാഷായിട്ട്, എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്, നിങ്ങൾ എന്തായാലും നാളെ എൻ്റെ കാർ എടുത്ത് പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ ഫ്രാങ്ക് പറയും, കാറല്ല ഇവിടെ പ്രശ്നം, നിനക്കിന്ന് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ഇല്ലേ? മേഡി വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഇല്ല എന്ന് പറയും. ഫ്രാങ്ക് അന്നേരം മാഡിയോട് പറയും, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് കുറവായതുകൊണ്ട് ലീവ് അങ്ങനെ കിട്ടാറില്ലല്ലോ. മാഡി അതിന് തിരിച്ചൊന്നും പറയില്ല. ഫ്രാങ്ക് പറയും, ആലീസ് എവിടെയാണെന്ന് ചോദിക്ക്, അവൾ അവളുടെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ടാകുമോ? ഈ ആലീസ് പുറത്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിൽ അവൾ വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ വീട്ടിൽ അവരുമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാം. അതായിരിക്കും അവൾ ഫ്രാങ്കിന്റെ കാറും എടുത്ത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയത്. മാഡി ആലിസിനെ ഫോണിൽ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ആലിസ് നീ ഫ്ലാറ്റിൽ എത്തിയോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. നോക്ക്, നിനക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ഒരു മെസ്സേജ് എങ്കിലും അയക്ക്. അപ്പോൾ ആലിസ് അതിന് തിരിച്ചെന്തോ മറുപടി പറയും. പക്ഷെ അതെന്താണെന്ന് നമ്മൾക്ക് കേൾക്കില്ല. അത് കേട്ട മേഡി, എന്ത്, എപ്പോഴായിരുന്നു? ഇപ്പോഴോ? ആലിസ് നിനക്ക് എന്നിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയോ? മറ്റേ ആൾക്കോ? അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? അന്നേരം ഫ്രാങ്ക് മാഡിയോട് ചോദിക്കും, എന്താ പറ്റിയത്, അവളുടെ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചോ? മാഡി ഫ്രാങ്കിനോട് പറയും, ഫ്രാങ്ക് ഒന്ന് മിണ്ടാതിരിക്ക്, ഞാൻ അവൾ പറയുന്നതൊന്ന് കേൾക്കട്ടെ. എന്നിട്ട് മാഡി ആലിസിനോട് ചോദിക്കും, എന്നിട്ട് നീ ഇപ്പോൾ കാറിൽ തന്നെയാണോ ഉള്ളത്? നീ ഒന്ന് എമർജൻസി നമ്പറിലേക്ക് വിളിക്ക്, എന്നിട്ട് നീ എവിടെയാണെന്നും എന്താ സംഭവിച്ചതെന്നും അവരോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്ക്, അവർ നിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആലിസ് പറയും, ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ മാഡി പറയും, ആലിസ് നീ ഇതെന്ത് പണിയാണ് കാണിച്ചത്, അവർ നിന്നെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാകും, നീ അവരെ തിരിച്ചു വിളിക്ക്, അപ്പോൾ അവർ പറഞ്ഞു തരും ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന്. ഫ്രാങ്ക് മാഡിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ആലിസിനോട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ആലിസിന്റെ വണ്ടി ഒരാളുടെ മേത്ത് തട്ടി. ഫ്രാങ്ക് പറയും, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ലൈനിൽ തന്നെ നിൽക്ക്, ഞാനും മമ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം മാഡി ഫ്രാങ്കിനോട് പറയും, അവൾ ഇപ്പോൾ നമ്മളോടല്ല എമർജൻസി ഓപ്പറേറ്ററിനോടാണ് സംസാരിക്കേണ്ടത് എന്ന്. ഫ്രാങ്ക് പറയും, നീ പാരാമെഡിക്കൽ അല്ലേ, അപ്പോൾ നീ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒരാളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ മാഡിക്ക് അതിലെന്തോ താല്പര്യമുണ്ടാവില്ല. ആലീസ് എമർജൻസി ഓപ്പറേറ്ററിനെ തന്നെ വിളിക്കണമെന്നായിരിക്കും അവൾക്ക്. മാഡി ആലീസിനോട് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ്? അന്നേരം ആലീസ് ടെൻഷൻ അടിച്ചുകൊണ്ട് പറയും, ഞാനിപ്പോൾ ഹാലോ റോഡിലാണുള്ളത്. എന്നിട്ട് മാഡിയും ഫ്രാങ്കും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് പെട്ടെന്ന് കയറും. മാഡി ആലീസിനോട് ഫോണിൽ പറയും, ആദ്യം തന്നെ വണ്ടി ഇടിച്ച ആൾ ഏത് കണ്ടീഷനിലാണെന്ന് നോക്കണം. ആലീസ് നീ എന്തോ ഒന്നും മിണ്ടാത്തത്, നീ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ഫ്രാങ്ക് മാഡിയോട് ചോദിക്കും, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അപ്പോൾ മാഡി ഹാലോ റോഡിലേക്കെന്ന് പറയും. ഫ്രാങ്ക് അന്നേരം അവൾ എന്തിനാ ഈ നേരത്ത് അങ്ങോട്ടേക്ക് പോയത് എന്ന അർത്ഥത്തിൽ മാഡിയെ നോക്കും.
ഈ ഹാലോ റോഡ് എന്ന് പറയുന്നത് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റോഡാണ്. അവിടെ കൂടുതൽ ആൾക്കാരും പോകുന്നത് ചില്ല് ചെയ്യാനും ക്യാമ്പ് ഫയറിനും ഒക്കെയാണ്. രാത്രി ടൈമൊന്നും ആ റോഡിലൂടെ ആരും പോകാറില്ല. അവിടെയാണ് ഈ രാത്രി അവൾ ഒറ്റയ്ക്ക് വണ്ടിയും എടുത്ത് പോയിട്ട് ഒരാളെ ഇടിച്ചത്. ഓക്കെ, നമ്മൾക്ക് സിനിമയിലേക്ക് വരാം. മാഡി ആലിസിനോട് പറയും, നീ ഇപ്പോൾ അവരെ അവിടെ ഇട്ടിട്ട് വന്നാൽ അവർ എന്തായാലും അവിടെ കിടന്ന് മരിക്കും. അവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറ. അപ്പോൾ ആലിസ് കരഞ്ഞുകൊണ്ട് പറയും, ഏകദേശം എൻ്റെ വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഞാൻ എന്താ ചെയ്യുക, അവൾ അനങ്ങുന്നില്ല. ഫ്രാങ്ക് അപ്പോൾ പറയും, നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തും, നീ അമ്മ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മാത്രം മതി, അവളുടെ ജോലി തന്നെ ഇതല്ലേ, സോ നീ പേടിക്കേണ്ട. മാഡി ആലിസിനോട് പറയും, അവളുടെ എയർവേ ഓക്കെ ആണോ എന്ന് ആദ്യം നോക്ക്. അതിന് നീ നിന്റെ ഒരു കൈ അവളുടെ നെറ്റിക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അവളുടെ താടി പൊക്ക്, അപ്പോൾ എയറിന് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അന്നേരം ആലിസ് അത് നോക്കിയിട്ട് പറയും, അവളുടെ എയർവേ ഓക്കെ ആണെന്ന്. മാഡി അപ്പോൾ പറയും, ഇനി അവൾ ബ്രീത്ത് ആക്കുന്നുണ്ടോ എന്ന് നോക്ക്. അത് നോക്കിയിട്ട് അവൾ പറയും, മോം, അവൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം മാഡി പറയും, ഞാൻ നിനക്ക് മുമ്പ് CPR ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, നീ അതുപോലെ ചെയ്. ആലിസ് ടെൻഷൻ അടിച്ചുകൊണ്ട് മാഡി പറഞ്ഞതുപോലെ CPR കൊടുക്കും. അപ്പോൾ ഫ്രാങ്ക് കോള് മ്യൂട്ടാക്കിക്കൊണ്ട് മാഡിയോട് പറയും, അവൾക്കത് ചെയ്യാൻ പറ്റില്ല, ആ പെൺകുട്ടി ചിലപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിലോ. അപ്പോൾ മാഡി പറയും, ഫ്രാങ്ക്, അവൾ ഇടിച്ചത് ഒരു മനുഷ്യനെയാണ്, അതുകൊണ്ട് അവൾ ഇത് ചെയ്തേ പറ്റൂ. എന്നിട്ട് മാഡി ആലിസിനോട് പറയും, ആലിസ്, നീ ആംബുലൻസ് വരുന്നത് വരെ അത് ചെയ്തുകൊണ്ട് നിൽക്ക്. എനിക്കറിയാം ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ആണെന്ന്, പക്ഷെ അവളുടെ ജീവൻ ഇപ്പോൾ നിന്റെ കയ്യിലാണുള്ളത്. അന്നേരം ആലിസ് പറയും, ഇത് വർക്ക് ആവുന്നില്ല, അവൾ ബ്രീത്ത് ചെയ്യുന്നില്ല. മാഡി പറയും, നീ CPR കൊടുത്തോണ്ട് നിൽക്ക്, അവൾ മരിക്കാൻ പാടില്ല. അപ്പോൾ ഫ്രാങ്ക് ആലിസിനോട് പറയും, ആലിസ്, നീ അത് സ്റ്റോപ്പ് ചെയ്തോ, ഇതൊന്നും നിന്റെ തെറ്റല്ല. അപ്പോൾ മാഡി അതിന് സമ്മതിക്കില്ല. ഫ്രാങ്ക് അന്നേരം പറയും, മാഡി, ആ കുട്ടി ഇപ്പോൾ ഏത് കണ്ടീഷനിലാണെന്ന് നമ്മൾക്കറിയില്ല. മാഡി പറയും, ഇതെന്റെ ജോബാണ്, എനിക്ക് അവളെ ഗൈഡ് ചെയ്തേ പറ്റൂ. ആലിസ് ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവളെ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അന്നേരം ആലിസ്, ഞാൻ ഒന്നും കൂടി അത് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. പെട്ടെന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഫ്രാങ്ക് പറയും, ഇപ്പോൾ എന്ത് സൗണ്ടാണ് കേട്ടത്? അന്നേരം മാഡി പറയും, ചിലപ്പോൾ ആ കുട്ടിയുടെ ചെസ്റ്റ് ബോൺ പൊട്ടിയതാകാം ആലീസ് കംപ്രഷൻ കൊടുക്കുന്ന സമയം. ചില കേസിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഫ്രാങ്ക് പറയും, നീ എന്ത് മണ്ടത്തര ഈ പറയുന്നത്? ആ കുട്ടി ഓൾറെഡി മരിച്ചു, നമ്മൾക്കിനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അതൊന്നും മനസ്സിലാക്ക്. എന്നിട്ട് ആലിസിനോട് പറയും, ആലിസ്, നീ കാറിലേക്ക് കയറി ആംബുലൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. പക്ഷെ മാഡി അതിന് സമ്മതിക്കില്ല. അപ്പോൾ ആലിസ്, ഐ ആം സോറി എന്ന് പറയും. അത് പറഞ്ഞപ്പാടും കോള് കട്ടാകും. ഫ്രാങ്ക് മാഡിയോട് പറയും, ആംബുലൻസ് ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കില്ലേ? മാഡി പറയും, എമർജൻസി കേസാണെങ്കിൽ സാധാരണ 15 മിനിറ്റിനുള്ളിൽ എത്തും. അവൾ എന്നെ ആയിരുന്നില്ല, വേറെ ഒരു പാരാമെഡിക്കലിനെ ആയിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. ഫ്രാങ്ക് പറയും, ഈ മരിച്ച കുട്ടി ആലിസിന്റെ വണ്ടിയിൽ വന്ന് ചാടിയതല്ലേ? ഈ 3 മണിക്കൊക്കെ ഈ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു അവിടെ? അന്നേരം മാഡി പറയും, ഓ റിയലി? അപ്പോൾ ആലിസ് ആ സമയം അവിടെ എന്തു ചെയ്യുകയായിരുന്നു? ഫ്രാങ്ക് അപ്പോൾ പറയും, ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ആലിസ് അതുവഴി പോയതാകും. മാഡി പറയും, അവൾ ശരിക്കും നമ്മളിൽ നിന്ന് അകന്നു പോകുകയായിരുന്നു. അപ്പോൾ ഫ്രാങ്ക് പറയും, നീ എന്താ അങ്ങനെ പറയുന്നത്? അതൊരു ചെറിയ ആർഗ്യുമെന്റ് ആയിരുന്നു. അവൾ ഒരു ചെറിയ തെറ്റ് ചെയ്തു, അതിന്റെ മീനിങ് അവൾ ഒരു നല്ല കുട്ടിയല്ല എന്നല്ല, നമ്മൾ അവളെ നന്നായിട്ടാണ് വളർത്തിയത്. എന്ത് ആർഗ്യുമെന്റ് ആണെന്ന് അവർ പറയുന്നില്ല. മാഡി പക്ഷേ ആ പറഞ്ഞതിനോട് എഗ്രി ചെയ്യില്ല. എന്നിട്ട് പറയും, ആ മരിച്ച കുട്ടിയുടെ പേരൻസിനെ ഓർത്ത് എനിക്ക് വിഷമം തോന്നുന്നു. ഫ്രാങ്ക് ചോദിക്കും, എന്നാലും ഈ സമയം ആ മരിച്ച കുട്ടി ശരിക്കും എന്ത് ചെയ്യുകയായിരിക്കും? മാഡി പറയും, മേ ബി എന്തെങ്കിലും പാർട്ടി ഉണ്ടായിരിക്കും. പക്ഷെ മേഡി, ഈ സമയമൊക്കെ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. അത് പറഞ്ഞ് ഫ്രാങ്ക് ആലിസിനെ വിളിക്കും. അപ്പോൾ അവൾ കോൾ എടുക്കും. ആലിസ് ടെൻഷൻ അടിച്ചുകൊണ്ട് പറയും, കാർ ഒരു കുഴിയിലാണ് ഉള്ളത്, ഞാനിപ്പോൾ കാറിൽ വന്നിരുന്നു. ഫ്രാങ്ക് പറയും, അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും. മാഡി ആലിസിനോട് ചോദിക്കും, ആംബുലൻസിന്റെ കാര്യം എന്തായി? അവർ നിന്നെ വിളിച്ചോ? അപ്പോൾ ആലിസ് ഇല്ല എന്ന് പറയും. മാഡി ഫ്രാങ്കിനോട് പറയും, ഈ സമയം കൊണ്ട് അവർ അവിടെ എത്തേണ്ടതാണല്ലോ, പിന്നെ ഇതെന്ത് പറ്റി? ഫ്രാങ്ക് അപ്പോൾ പറയും, അവർ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വേണ്ടത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കില്ല. മാഡി ആലിസിനോട് ചോദിക്കും, നീ ഈ സമയത്ത് അവിടുന്ന് എന്താ ചെയ്യുന്നത്? എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് ഞങ്ങളോട് പറ. അപ്പോൾ ആലിസ് പറയും, ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, പെട്ടെന്ന് ആ പെൺകുട്ടി കാട്ടിൽ നിന്ന് വന്ന് എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി. അപ്പോൾ മാഡി, അവൾ എത്ര സ്പീഡിലാ വണ്ടി ഓടിച്ചതെന്ന് ചോദിക്കും. അന്നേരം ആലിസ് പറയും,
എനിക്കറിയില്ല, പക്ഷേ അവൾ പെട്ടെന്ന് വന്ന് വണ്ടിയുടെ മുമ്പിൽ ചാടിയപ്പോൾ എനിക്ക് എന്റെ കൺട്രോൾ കിട്ടിയില്ല. മാഡി ചോദിക്കും, നീ എന്തിനാ ഈ സമയം ആ പ്ലേസിലേക്ക് വണ്ടി ഓടിച്ച് പോയത്? അപ്പോൾ ആലീസ് പറയും, ഞാൻ ഫ്ലാറ്റിലേക്ക് പോവുകയായിരുന്നു. മെയിൻ റോഡിനേക്കാൾ എളുപ്പം ഈ വഴിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഈ വഴി വന്നത്. പക്ഷെ മാഡിക്ക് എന്തോ അവൾ പറഞ്ഞത് അത്ര ഡൈജസ്റ്റ് ആകില്ല. അവൾ വീണ്ടും ഓരോ ക്വസ്റ്റ്യൻസ് ആലീസിനോട് ചോദിക്കും. അപ്പോൾ ഫ്രാങ്ക് പറയും, മാഡി നീ ഇതൊന്നും നിർത്തുമോ? മാഡി പറയും, പോലീസുകാർ ഇവളോട് ഇതൊക്കെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ഇവൾ എന്ത് മറുപടി പറയും? ആലീസ് അന്നേരം പറയും, എനിക്കെന്തോ ശ്വാസം എടുക്കാനും ഫോക്കസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങൾ എന്നോട് രാത്രി പറഞ്ഞതൊക്കെ ഓർമ്മ വന്നു. എനിക്ക് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലായിരുന്നു, കാരണം ജേക്കബ് അവിടെ ഉണ്ടാകും. എനിക്ക് തിരിച്ച് വീട്ടിലേക്കും വരാൻ പറ്റില്ല, കാരണം നിങ്ങൾ അവിടെ ഉണ്ടാകും. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു വന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും നൈറ്റ് ടൈം ഇവിടെ വരാറുണ്ട്. ഇവിടുന്നാണ് ഞാൻ ജേക്കബിനെ കണ്ടുമുട്ടിയത്. ജേക്കബ് എന്ന് ഉദ്ദേശിച്ചത് അവളുടെ ബോയ് ഫ്രണ്ടാണ്. അവർ ഒരുമിച്ച് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലാറ്റിലേക്ക് പോവാത്തതെന്ന് അവൾ ഇപ്പോൾ പറയുന്നില്ല. എന്നിട്ട് അവൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയും, ഞാൻ വളരെ ടയേർഡായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും മെയിൻ റോഡിലേക്ക് ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി വഴി തെറ്റിയെന്ന്. മാഡിക്ക് അവൾ ഈ പറഞ്ഞതൊന്നും വിശ്വാസം വരില്ല. അവൾ ആലീസിനോട് പറയും, ഞാൻ വിശ്വസിക്കില്ല, നീ അവിടെ ഉറങ്ങാൻ വേണ്ടി പോയതാണെന്ന്. പോലീസും വിശ്വസിക്കില്ല. ആലീസ്, നീ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഫ്രാങ്ക് അപ്പോൾ മാഡിയോട് പറയും, നീ ഇതെന്തൊക്കെ ചോദിക്കുന്നത് മാഡി? അപ്പോൾ മാഡി പറയും, ഒരു ദിവസം ആലീസ് എന്നെ വിളിച്ചിരുന്നു. അവൾ അന്ന് അപ്സെറ്റ് ആയിരുന്നു, കാരണം അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് തലകറക്കവും ക്ഷീണവും ഒക്കെ വന്നപ്പോൾ അവൾ വിചാരിച്ചു ഓവർഡോസ് ആയിട്ട് അവൾ മരിക്കാൻ പോവുകയാണെന്ന്. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയായതുകൊണ്ട് അവൾ എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായി അത് ഓവർഡോസ് അല്ലാന്നും അവൾ അത് കഴിച്ചതുകൊണ്ട് ബോഡി പാനിക് അറ്റാക്ക് രീതിയിൽ റിയാക്ട് ചെയ്തതാണെന്ന്. അല്ലേ ആലീസ്? അപ്പോൾ ആലീസ് അത് സമ്മതിക്കും. താൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തതെന്നും അവൾ പറയും. അപ്പോഴാണ് ഫ്രാങ്ക് ആലീസ് ഡ്രഗ് യൂസ് ചെയ്യുന്ന കാര്യം അറിയുന്നത്. അപ്പോൾ മേഡി, അത് വിട്, ആംബുലൻസ് എന്താ ഇത്ര നേരമായിട്ടും എത്താത്തതെന്ന് അവളോട് ചോദിക്കും. അപ്പോഴാണ് ആലീസ് പറയുക അവൾ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. കാരണം ആലീസ് വിചാരിച്ചത് മാഡിക്ക് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റുമെന്നാണ്. അത് കേട്ട് മാഡിക്ക് വല്ലാതെ ദേഷ്യം വരും. എന്നിട്ട് പറയും, ആലീസ്, ആംബുലൻസ് വരുന്നില്ലെങ്കിൽ ഈ CPR എല്ലാം ചെയ്തത് വെറുതെയാകും. അതിനെക്കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. നിനക്കതുപോലും അറിയില്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാഡി എന്നിട്ട് ഫ്രാങ്കിനോട് പറയും, നമ്മൾക്ക് പോലീസിനോട് ഇതൊക്കെ പറഞ്ഞാലോ? അപ്പോൾ ആലീസ്, പോലീസിനെ വിളിക്കരുതെന്ന് കരഞ്ഞുകൊണ്ട് പറയും. മാഡി അപ്പോൾ പറയും, ആലീസ്, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല. നീ ഞങ്ങളെയല്ല ആദ്യം വിളിക്കേണ്ടിയിരുന്നത്, ആംബുലൻസിനെയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഫ്രാങ്ക് പറയും, ഞാൻ ആ തെറ്റ് ഏറ്റെടുക്കാം. അത് എൻ്റെ കാർ ആണല്ലോ, ഞാനാണ് ഡ്രൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ മേഡി അതിന് സമ്മതിക്കില്ല. അവൾ പറയും, പോലീസ് എങ്ങനെയായാലും കണ്ടുപിടിക്കും. ഞാൻ പോലീസിനെ വിളിച്ചിട്ട് നടന്നതൊക്കെ പറയാം. എന്നിട്ട് വേണം പോലീസുകാർ ആലീസിനെ അറസ്റ്റ് ചെയ്യാൻ. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ബോഡിയുടെ അടുത്ത് നിൽക്കാം. ആ കുട്ടി എൻ്റെ കാറിൽ പെട്ടെന്ന് ചാടിയതാണെന്നും എനിക്ക് എൻ്റെ കൺട്രോൾ കിട്ടിയില്ല എന്നും പറഞ്ഞാൽ പോരെ? പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് വണ്ടി ഓടിച്ചതെന്നും പറയാം. അപ്പോൾ മാഡി പറയും, പോലീസിന് ഇതൊരു ഡേഞ്ചറസ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കാനാകും. ഫ്രാങ്ക് ദേഷ്യത്തിൽ പറയും, അപ്പോൾ ആലീസ് പൊക്കോട്ടെ എന്നല്ലേ? ഈ ഒരു ചെറിയ മിസ്റ്റേക്കിന് നമ്മൾക്ക് അവളെ പണിഷ് ചെയ്യാനോ അവളുടെ ഫ്യൂച്ചർ നശിപ്പിക്കാനോ ആകില്ല. അന്നേരം മാഡി പറയും, അവൾ ചെയ്ത തെറ്റിൽ നിന്ന് അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിയുടെ ഫേസ് അവൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ അവൾ ചെയ്തതിന്റെ കുറ്റബോധം അവളെ എന്നും പിന്തുടരും. ആലീസ് അപ്പോൾ, ഞാൻ അവളെ റോഡിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് പറയും. ഫ്രാങ്ക് അന്നേരം, നീ അതിനൊന്നും ചെയ്തിട്ടില്ല, നമ്മൾക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് പറയും. ആലീസ് അന്നേരം ജേക്കബിനെ പറ്റി ചോദിക്കും. ഫ്രാങ്ക് അപ്പോൾ ദേഷ്യത്തിൽ പറയും, അവനെപ്പറ്റി ഒന്നും എന്നോട് പറയണ്ട, അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആലീസ് പ്രഗ്നന്റ് ആണ്. ഇതെങ്ങനെ ജേക്കബിനോട് പറയുമെന്നുള്ള ടെൻഷനിൽ അവനോട് ഈ പ്രഗ്നൻസി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രാങ്കിനോടും മാഡിയോടും പറഞ്ഞ സമയം അവർ പറഞ്ഞത് ഇപ്പോൾ ഇതിനൊന്നുമുള്ള സമയമായിട്ടില്ല, പഠിക്കേണ്ട പ്രായമാണെന്നാണ്. ആലീസ് പറയും, എനിക്ക് അവനോട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ,
അന്നേരം ഫ്രാങ്ക് പറയും, നീ ഇങ്ങോട്ടധികം പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി, ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾ. മാഡി പറയും, നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഞങ്ങളും ഇതേ പ്രായക്കാരായിരുന്നു, അതുകൊണ്ട് പറയുകയാണ്, ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട പ്രായം നിനക്കായിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ GPS-ൽ നിന്ന് റോഡ് മാറിയെന്ന് പറഞ്ഞ് ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ മാഡി ചോദിക്കും, നമ്മൾക്ക് വഴി തെറ്റിപ്പോയോ? ഫ്രാങ്ക് അപ്പോൾ പറയും, എനിക്ക് ഈ വഴി നന്നായിട്ടറിയാം. എന്നിട്ട് ഒരു അർത്ഥം വെച്ചിട്ട് പറയും, നമ്മൾ പണ്ടൊക്കെ ആലീസിനെ കൂട്ടിയിട്ട് കുടുംബത്തോടെ ഇവിടെ വരാറുണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഫ്രാങ്ക് പറയും, നിനക്ക് നന്നായിട്ടറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. കഴിഞ്ഞ 7 മാസമായി നീ ഇവിടെ എങ്ങുമല്ല, എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാറില്ല. നീ കുറച്ച് ഡേയ്സായി വർക്കിന് വരെ പോയിട്ട് എന്നോട് അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. പക്ഷെ മേഡി അതിന് മറുപടി പറയില്ല. ആ സമയം ആലീസ് പറയും, ഡാഡ്, എനിക്ക് നിങ്ങളുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് കാണാം, ഞാൻ എൻ്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. എന്നിട്ടൊരു സ്പോട്ട് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആലീസ് അവരോട് അങ്ങോട്ടേക്ക് വരാൻ പറയും. അപ്പോൾ ഫ്രാങ്കിന് മനസ്സിലാകും അവർ ആലീസ് പറഞ്ഞ സ്പോട്ടിന്റെ അടുത്തല്ല ഉള്ളതെന്ന്. ഫ്രാങ്ക് ആലീസിനോട് കാറിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയും. എന്നിട്ട് പറയും അത് അവരുടേതല്ല, വേറെ ആരുടെയോ കാറാണെന്ന്. അപ്പോൾ ആലീസ് ടെൻഷൻ അടിച്ചുകൊണ്ട് പറയും, ഞാനിപ്പോൾ എന്ത് ചെയ്യും? അവർ ഇങ്ങോട്ടേക്ക് എത്താനായി, അവർ ഇവളുടെ ബോഡി കാണും. ഫ്രാങ്ക് ദേഷ്യത്തിൽ പറയും, നീ പെട്ടെന്ന് ചെന്ന് അവളുടെ ബോഡി എടുത്ത് കാട്ടിലേക്ക് മാറ്റ്. ഫ്രാങ്കിന്റെ സംസാരം കേട്ട് പേടിച്ചുകൊണ്ട് മാഡി അവനെ നോക്കും. ആലീസ് ഫ്രാങ്ക് പറഞ്ഞതുപോലെ ചെയ്യും. ആ ചെയ്യുന്ന വെപ്രാളത്തിൽ ആലീസ് ആ പെൺകുട്ടിയുടെ ഷൂ എടുക്കാൻ വിട്ടുപോകും. ആലീസ് അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ നേരത്തെ പറഞ്ഞ വണ്ടി എത്തിയിട്ടുണ്ടാകും. ആ സീനൊന്നും നമ്മളെ ഇതിൽ കാണിക്കില്ല. അതിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങിയിട്ട് ആലീസിനോട് ചോദിക്കും, എന്താ പറ്റിയത്? ആക്സിഡന്റ് വല്ലതും സംഭവിച്ചോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആലീസ് പേടിച്ചുകൊണ്ട് പറയും, ഏയ് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരാവശ്യത്തിന് വണ്ടി ഇവിടെ നിർത്തേണ്ടി വന്നു. അപ്പോൾ ആ ലേഡി ചോദിക്കും, എന്ത്, ഈ കുഴിയിലോ? അപ്പോൾ ആലീസ് പറയും, അതൊന്നുമില്ല, അത് എന്തോ ഒരു മൃഗം പെട്ടെന്ന് വണ്ടിക്ക് മുമ്പിൽ ചാടിയപ്പോൾ വണ്ടി ഒന്ന് സ്കിഡായി. അപ്പോൾ ആ ലേഡി പറയും, ഓ അങ്ങനെയാണോ? വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണായിട്ട് കണ്ടപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചു ആരോ ഈ കാട്ടിൽ പെട്ടുപോയെന്ന്. രാത്രി ഈ ഭാഗത്തൊന്നും ആരും വരാറില്ല. എന്തുകൊണ്ടാ ഈ കാടിനെ ഹാലോ റോഡ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? പണ്ടത്തെ കാലത്ത് ആളുകൾ പേടിയോടെയാണ് ഈ കാടിനെ കണ്ടത്. അന്നത്തെ ആൾക്കാർ ഇവിടെ പ്രേതഭൂതാദികളെ ആരാധിച്ചിരുന്നു. ഇന്നത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള കെട്ടുകഥയായി മാറി. നീ എന്താ ഡ്രഗിലാണോ? നീ ഡ്രഗ് യൂസ് ആക്കിയിട്ട് ക്രാഷ് ആയതാണോ? അപ്പോൾ ആലീസ് പേടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഫോണിൽ മാഡി പറയും, അവൾ ഫ്ലാറ്റിലേക്ക് പോകുകയായിരുന്നു, ഒരു ഷോർട്ട് കട്ടിന് വേണ്ടി ഇതിലെ വന്നതാണ്, അപ്പോഴേക്കും വഴി തെറ്റിപ്പോയി, ഞാനും എൻ്റെ ഹസ്ബൻഡും ദാ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തും, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ ആ ലേഡി മാഡിയോട് പറയും, നിങ്ങളുടെ മകളെ ഒറ്റക്കാക്കിയിട്ടോ? എന്നിട്ട് ആ ലേഡി ആലീസിനോട് ചോദിക്കും, നീ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ വരുന്ന സമയം നീ ഭയങ്കരം നെർവസ് ആയിട്ടാണല്ലോ ഉണ്ടായത്. അപ്പോൾ മേഡി പറയും, എക്സ്ക്യൂസ് മീ, നിങ്ങൾ അവളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അൺകംഫർട്ടബിൾ ആക്കുകയാണ്. എത്രയായാലും നിങ്ങളൊരു സ്ട്രേഞ്ചർ അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് പേടി വരില്ലേ? അത് കേട്ട ആ ലേഡി എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. കുറച്ചു കഴിയുമ്പോൾ ആലീസ് പേടിച്ചുകൊണ്ട് ഫ്രാങ്കിനോടും മാഡിയോടും പറയും, അവർ അവിടെ വണ്ടി സ്റ്റോപ്പാക്കിയിട്ടുണ്ട്, അവർ ബോഡി കണ്ടെന്ന് തോന്നുന്നു. അത് കേട്ട് ഫ്രാങ്കും മാഡിയും പേടിക്കും. മാഡി പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആലീസ് വേണ്ട, പോലീസിനെ വിളിക്കരുതെന്ന് പറഞ്ഞ് വണ്ടി ഓണാക്കി റിവേഴ്സ് എടുക്കാൻ നോക്കും. അപ്പോൾ ആ ലേഡി വന്നിട്ട് ആലീസിനോട് പറയും, നമ്മൾ ആ ബോഡി കണ്ടു, ഇനിയിപ്പോൾ നീ വണ്ടി റിവേഴ്സ് എടുത്താലും അത് കുഴിയിലായത് കൊണ്ട് തന്നെ കുഴിഞ്ഞു പോകുകയുള്ളൂ. അപ്പോൾ ആലീസ് നിലവിളിച്ചുകൊണ്ട് അവരോട് അവിടുന്ന് പോകാൻ പറയും. അപ്പോഴേക്കും ആ കോള് കട്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്, സീനായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾക്ക് വീണ്ടും കഥയിലേക്ക് വരാം. മാഡി ഫ്രാങ്കിനോട് പറയും, നമ്മൾക്ക് പോലീസിനെ വിളിക്കാം. അപ്പോൾ ഫ്രാങ്ക് സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പറയും, വേണ്ട, നീ ആദ്യം ആലീസിനെ വിളിക്ക്, അവൾ ഓക്കെ ആണോ എന്ന് ആദ്യം അറിയണം, എന്നിട്ട് പോലീസിനെ വിളിക്കാം. നീ നേരത്തെ ആലീസിനോട് പറഞ്ഞില്ലേ ഒരു പേരന്റ് ആകാനുള്ള റെസ്പോൺസിബിലിറ്റി അവൾക്കിപ്പോൾ ആയിട്ടില്ല എന്ന്? അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നീ കാണിക്കുന്നുണ്ടോ? മാഡി അപ്പോൾ തന്നെ ആലീസിനെ വിളിക്കും. അപ്പോൾ കോൾ എടുക്കുന്നത് ആ ലേഡി ആയിരിക്കും. ആലീസ് എവിടെയെന്ന് മാഡി ചോദിക്കും. ആ ലേഡി പറയും, അവൾ കാറിലാണ് ഉള്ളത്. അവളുടെ കയ്യിൽ നിന്ന് കീ എടുക്കാൻ വേണ്ടിയിട്ട് കാറിന്റെ ഗ്ലാസ് ഞങ്ങൾക്ക് പൊട്ടിക്കേണ്ടി വന്നു. ഇതൊരു ആക്സിഡന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ആ പെൺകുട്ടിക്ക് വണ്ടി തട്ടിയത് റോഡിൽ നിന്നാണ്. പക്ഷേ അവളുടെ ബോഡി ആരോ എടുത്തിട്ട് കാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസിനെയോ ആംബുലൻസിനെയോ ആരെയും വിളിച്ചിട്ടില്ല, ആകെ അറിയാവുന്നത് പേരൻസിന് മാത്രം.
ഇതിൽ തന്നെ മനസ്സിലാക്കാം എന്തോ ഉണ്ടെന്ന്. അപ്പോൾ മേഡി പറയും, ഞാനൊരു പാരാമെഡിക്കാണ്, അതുകൊണ്ടാണ് അവൾ എന്നെ വിളിച്ചത്. ഞാൻ വിചാരിച്ചത് എനിക്ക് ആ കുട്ടിയെ രക്ഷിക്കാനാകുമെന്നാണ്, പക്ഷേ എനിക്കത് പറ്റിയില്ല. അന്നേരം ആ ലേഡി പറയും, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആ കുട്ടിയെ എടുത്തപ്പോൾ ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നല്ലോ. അത് കേട്ട് മേഡിയും ഫ്രാങ്കും ഞെട്ടും. ആ ലേഡി വീണ്ടും പറയും, എന്തായാലും ഇതൊരു ആക്സിഡന്റ് അല്ല, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. അപ്പോൾ ഫ്രാങ്ക് പറയും, അല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല. ആ കുട്ടിയാണ് ഓടി വന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത്. ആലീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് അവളോട് ബോഡി ഹൈഡാക്കാൻ വേണ്ടി പറഞ്ഞത്. തെറ്റ് ഞാൻ ഏറ്റെടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറയും, ഒരിക്കലും ഒരു പേരൻസ് തൻ്റെ മക്കളെ കുറ്റവാളിയായിട്ട് കാണാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ഇതുപോലെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ കുട്ടിക്ക് ഇനിയും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള മോട്ടീവാകും. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ലേഡി ആലീസിന് ഫോൺ കൊടുക്കും. ആലീസ് ഫ്രാങ്കിനോടും മാഡിയോടും പറയും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൾ മരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതെങ്ങനെ? അപ്പോൾ മാഡി പറയും, എനിക്കും അത് മനസ്സിലാകുന്നില്ല. ആലീസ് അവൾ ചെയ്ത തെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകും. അപ്പോൾ ഫ്രാങ്ക് അത് എതിർക്കും. മാഡി ഫ്രാങ്കിനോട് പറയും, നമ്മളൊരു തെറ്റ് അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കുറ്റബോധം എന്നും നമ്മളെ വേട്ടയാടും. ഒരു ഡേ ഒരു എമർജൻസി കേസ് വന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാളിലേക്ക് എൻ്റെ അതേ പ്രായമുള്ള സ്ത്രീയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ടിപ്പിക്കൽ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എനിക്ക് മുമ്പ് പാനിക് അറ്റാക്ക് വന്നതുകൊണ്ടും സിംറ്റംസ് അതുപോലെ ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചത് അവർക്കും പാനിക് അറ്റാക്ക് ആണെന്നാണ്. എൻ്റെ കൊളീഗ് എന്നോട് പറഞ്ഞു അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ അപ്പോൾ പറഞ്ഞു, വേണ്ട, അവർ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളുമെന്ന്. പക്ഷേ ആ സ്ത്രീയുടെ അവസ്ഥ ഗുരുതരമാകുകയും കാർഡിയക് അറസ്റ്റിലേക്ക് പോകുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് അവർക്കുണ്ടായത് ബ്ലഡ് ക്ലോട്ട് ലങ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അസുഖമാണെന്നാണ്. പക്ഷെ ആരും എന്നെ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നില്ല. എല്ലാവരും വിചാരിച്ചത് അത് എൻ്റേതല്ലാത്ത തെറ്റാണെന്നാണ്. പക്ഷേ എനിക്ക് കുറ്റബോധം തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. ശരിക്കും ഇതൊക്കെ കൊണ്ടാണ് മേഡി ആലീസ് ആക്സിഡൻ്റായിട്ട് വിളിച്ച സമയത്ത് അവളെയല്ല എമർജൻസി ഓപ്പറേറ്ററിനെയാണ് ആദ്യം വിളിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതായത് അവൾക്ക് അവളിൽ തന്നെ ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഇല്ല. മേഡി അത് പറയുന്നത് കേട്ടപ്പോൾ ആലീസിന് എന്തോ ഒരു ഗിൽട്ടി ഫീൽ വന്നു. എന്നിട്ട് അവൾ പറയും, ആ കുട്ടി ജീവിതത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് അവളോട് സോറി പറയണമെന്ന്. അതും പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഫ്രാങ്കും മാഡിയും ഹാലോ റോഡിലെത്തും. അപ്പോൾ അവിടെ ആലീസിന്റെ കാർ ഉണ്ടാകും. പക്ഷെ ആലീസിനെ കാണില്ല. അവിടെ മരിച്ച കുട്ടിയുടെ ബോഡി മാത്രമായിരിക്കും ഉണ്ടാകുക. ഫ്രാങ്ക് പറയും, ആ കുട്ടി മരിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീ നമ്മളോട് കള്ളം പറഞ്ഞതാണ്. അതേസമയം മാഡി പോലീസിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ലൊക്കേഷനും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഈ സിനിമയുടെ മെയിൻ ട്വിസ്റ്റ്. ഫ്രാങ്ക് ഒരു മരവിപ്പോടെ വന്നിട്ട് മാഡിയോട് പറയും, മരിച്ചത് ആലീസ് ആണ്. മാഡി ഓടിപ്പോയി നോക്കുമ്പോൾ മരിച്ചത് ആലീസ് തന്നെ ആയിരിക്കും. പക്ഷേ അവൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാഡി ഫ്രാങ്കിനോട് പറയും, നമ്മൾ ഇത്ര നേരം അവളോട് സംസാരിച്ചതല്ലേ? എന്നിട്ട് അവർ അതും പറഞ്ഞ് ആലീസിനെ വിളിക്കും. എന്നിട്ട് അവൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ആലീസ് പറയും, അവർ ഈ ഫോറസ്റ്റിൽ തന്നെ ഉണ്ടെന്ന്. അന്നേരം മാഡിയും ഫ്രാങ്കും ആലീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് വേഗം വണ്ടിയെടുക്കും. അപ്പോൾ ഫോണിൽ ആലീസ് ആ ലേഡിയോട് ചോദിക്കും, നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നത്? ആ കുട്ടി ഓക്കെ അല്ലേ? അപ്പോൾ ആ ലേഡി പറയും, അല്ല, അവൾ മരിച്ചു, നീ അവളെ കൊന്നു. ആലീസ് കരഞ്ഞുകൊണ്ട് പറയും, എനിക്കെന്റെ പേരൻസിനെ കാണണം, അവരെവിടെയാണ്? അപ്പോൾ ആ ലേഡി പറയും, ഇല്ല, ഇപ്പോൾ ഞങ്ങളാണ് നിന്റെ പേരൻസ്. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെയുള്ള കുട്ടികളെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആലീസ് പറയും, എന്നെ വിട്, എനിക്ക് പോകണം. അപ്പോൾ ആ ലേഡി പറയും, ഇല്ല, നിന്നെപ്പോലെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെല്ലാം ഇത് അർഹിക്കുന്നുണ്ട്. എല്ലാ പേരൻസും വിചാരിക്കുന്നത് അവരെ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ട്രാപ്പിൽ നീ പെട്ടുപോയത്. നിന്റെ പേരൻസിന് ഒരിക്കലും നിന്നെ ഇനി കാണാൻ പറ്റില്ല. നിന്റെ പേരൻസ് ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ കാണിക്കുന്നില്ല, ഫോണിലാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ അവിടെ എത്തിയ ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനോട് ശരിക്കും എന്താ നടന്നതെന്ന് പറയും. എന്നിട്ട് ആലീസിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയും, ആദ്യം ആ കുട്ടി വണ്ടി ഓടിച്ച് കൺട്രോൾ തെറ്റി ഒരു കുഴിയിലേക്ക് വീണു.
അവിടുന്ന് അവൾ റോഡിലേക്ക് കയറിയ ടൈം ആരോ അവളെ ഇടിച്ചിട്ടു. ആ ഡ്രൈവർ പാനിക് ആയതുകൊണ്ട് ആരും അറിയാതെ അവളുടെ ബോഡി റോഡിൽ നിന്ന് എടുത്ത് കാട്ടിൽ കൊണ്ടിട്ടു. ഹാലോ റോഡിലാണെന്ന് പറഞ്ഞ് ആ കുട്ടി വിളിച്ചതാണ് അവളുടെ ലാസ്റ്റ് കോൾ. ബാക്കിയൊക്കെ അവളുടെ പേരൻസ് ഇമാജിൻ ചെയ്തതാണ്. അപ്പോൾ മറ്റേ പോലീസുകാരൻ പറയും, പക്ഷേ അവർ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അവർ പറഞ്ഞത് ഇന്നലെ രാത്രി മുഴുവനും ആ കുട്ടി ഇവരോട് സംസാരിച്ചിരുന്നു എന്നാണ്. അന്നേരം ആ പോലീസുകാരൻ പറയും, പക്ഷേ അവർ ബോഡി ഐഡന്റിഫൈ ചെയ്തല്ലോ, അത് അവരുടെ ട്രോമയാണ്. അവരുടെ മകളുടെ മരണം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഇതും പറഞ്ഞ് ഈ സിനിമ ഇവിടെ അവസാനിക്കും. നിങ്ങൾ പലരും ക്ലൈമാക്സ് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും, ഇതെന്തൊക്കെയാ നടക്കുന്നതെന്ന്. ആലീസ് ഹാലോ റോഡിലാണെന്ന് മാഡിയോട് വിളിച്ചു പറയുന്നുണ്ട്. അതായിരുന്നു ആലീസിന്റെ ലാസ്റ്റ് കോൾ. അതിനുശേഷം അവൾ അവരെ വിളിച്ചിട്ടില്ല. ബാക്കിയൊക്കെ അവർ സ്വയം ഇമാജിൻ ചെയ്തതായിരുന്നു, ഹാലൂസിനേഷൻ പോലെ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം തന്നെ റോങ് ടോക്സിക് പാരന്റിംഗ് സ്റ്റൈലാണ്. എസ്പെഷ്യലി ഫ്രാങ്ക്. നമ്മൾക്ക് സിനിമ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാം, ഫ്രാങ്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, അയാൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നൊരു മൈൻഡുള്ള ആളാണ്. ലൈക്ക് എ ഡോമിനന്റ് ക്യാരക്ടർ. മൂവിയിൽ മാഡിക്ക് പാനിക് അറ്റാക്ക് ഇടയ്ക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട്. മേ ബി അത് ചിലപ്പോൾ ഫ്രാങ്കിന്റെ ക്യാരക്ടർ കൊണ്ടാകും അവൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. മാത്രമല്ല, ഒന്നും ഫ്രാങ്കിന്റെ അടുത്ത് മാഡി തുറന്നു പറയുന്നില്ല. അവൾ വർക്ക് നിർത്തിയത് പോലും ഫ്രാങ്ക് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മേ ബി ഫ്രാങ്ക് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ടോക്സിക് പാരന്റിങ്ങും അതിനിടയിലെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാകും ചിലപ്പോൾ ആലീസ് ഡ്രഗ് യൂസ് ചെയ്യാൻ ഇടയായത്. കാറിൽ ആലീസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും അതേ ദിവസം രാത്രി നടന്ന വഴക്കിനിടയിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ വേണ്ട എന്നും, അതുപോലെ മാഡിക്കും ഫ്രാങ്കിനും ചെറിയ പ്രായത്തിൽ പറ്റിയ തെറ്റാണ് ആലീസ് എന്നും ചിലപ്പോൾ അവർ അവളോട് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ രാത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു എന്ന് ആലീസ് പറഞ്ഞത്. അന്ന് രാത്രി ഉണ്ടായിരുന്ന ആർഗ്യുമെന്റിന്റെ ദേഷ്യത്തിലും സങ്കടത്തിലുമായിരിക്കാം ഡ്രഗ് യൂസ് ചെയ്ത് വണ്ടി എടുത്ത് ആലീസ് ഹാലോ റോഡിലേക്ക് പോയതും അവിടുന്ന് വണ്ടി സ്കിഡായി കുഴിയിൽ വീണതും. ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവൾ ആരെയോ വണ്ടി ഇടിച്ചെന്ന് വിചാരിച്ചാണ് സ്വബോധമില്ലാതെ അവൾ റോഡിൽ വന്നിട്ട് മാഡിയെയും ഫ്രാങ്കിനെയും വിളിക്കുന്നത്. അപ്പോഴായിരിക്കാം വേറൊരു വണ്ടി വന്ന് അവളെ ഇടിക്കുന്നതും അവൾ മരിക്കുന്നതും അവളുടെ ബോഡി കാട്ടിൽ കൊണ്ടുപോയി ഇട്ട ശേഷം വണ്ടി ഇടിച്ച ആൾ അവിടുന്ന് എസ്കേപ്പ് ആവുന്നതും. പിന്നെ അവൾ വിളിച്ചിട്ടില്ല. ഒരു സീനിൽ മാഡി കാറിൽ കയറിയ ടൈം ആലീസിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തത്, നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. അവിടെ തന്നെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. അന്ന് രാത്രി വഴക്കുണ്ടായത് കൊണ്ടാണ് ആലീസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആക്സിഡന്റ് ഉണ്ടായതും. അതിന് കാരണം അവർ ആണെന്നുള്ള കുറ്റബോധം ഉള്ളത് കൊണ്ടാണ്. മകൾക്കൊന്നും പറ്റിയിട്ടില്ല, അവൾക്കൊരു കുഴപ്പവുമില്ല എന്ന് അവർ സ്വയം ചിന്തിച്ച് ഹാലൂസിനേറ്റഡ് ആയത്. ഇതൊരു ടൈപ്പ് ഡിഫൻസ് മെക്കാനിസമാണ്, അതായത് ഡീപ്പായിട്ടുള്ള ഡിനയൽ. ഇനി തന്റെ മകൾ ഇല്ല എന്ന റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഒരാൾ ഫോൺ കോൾ കേട്ടത് പോട്ടെ, പക്ഷെ എങ്ങനെയാണ് രണ്ടുപേരും ഒരുപോലെ ആ ഫോൺ കോൾ കേട്ടതെന്ന്. അതിന്റെ ആൻസർ ഇതാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ രണ്ടാൾക്കാർ അത്രക്ക് സ്ട്രെസ്സിലോ അല്ലെങ്കിൽ ഗ്രീഫിലോ ആണെങ്കിൽ അവർക്ക് ഷെയർഡ് ഹാലുസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മറ്റേയാൾക്കും അറിയാനാകും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ ആലീസിന്റെ അടുത്ത് വന്ന ആ ലേഡി, അത് മേ ബി മാഡിയുടെ തന്നെ വേറൊരു വോയിസ് ആകാം. മകളെ മര്യാദയ്ക്ക് നോക്കാനാകാത്തതുകൊണ്ട് ഞാൻ നിന്റെ മകളെ തിരിച്ചെടുക്കുകയാണെന്ന് സിംബോളിക്കായിട്ട് പറഞ്ഞതാവാം. ചിലർ ഇതിനെ സൂപ്പർ നാച്ചുറൽ തിങ് ആയിട്ടാകാം കാണുന്നത്. ഇത് സൂപ്പർ നാച്ചുറൽ ആൻഡ് സൈക്കോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ബാലൻസ് ചെയ്തിട്ട് പോകുന്നതായിട്ടും തോന്നാം. എന്തായാലും എനിക്കിതൊരു സൈക്കോളജിക്കൽ എലമെന്റ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇനി ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. ഈ സിനിമയെക്കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഫോൾക്ലോർ അറ്റ്മോസ്ഫിയർ പ്ലസ് ഡാർക്ക് ആൻഡ് മൂഡി വിഷ്വൽസ്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത സിനിമയായിട്ട് വരാം.